ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോമതി ആകെ തളർന്നിരിക്കുകയാണ്. അടുത്ത് ശ്രീദേവി വന്നിരിക്കുന്നുണ്ട്. അമ്മയോട് സങ്കടപ്പെടരുത്, ഭക്ഷണമൊക്കെ കഴിക്കണമെന്നൊക്കെ ഉപദേശിക്കുകയാണെങ്കിലും ഗോമതി കരഞ്ഞ് തളർന്ന് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് എത്ര പറഞ്ഞിട്ടും ഗോമതി ആഹാരം കഴിക്കാൻ വിസമ്മതിക്കുന്നത് കാരണം ദേവി പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ? അമ്മ ഒരു കാര്യം ആലോചിക്ക്, അനുമോള് ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാലും അവൾ അമ്മയുടെ കൺമുന്നിൽ തന്നെ ഇല്ലേ, എപ്പോൾ വേണമെങ്കിലും കാണാം, ഒക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ രണ്ടുപേരും ഒരു കണക്ക് നോക്കിയാൽ തുല്യമായിട്ട് ദുഃഖമുള്ളവരാ. അമ്മയ്ക്ക് അമ്മയുടെ മോളെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന ഉണ്ടല്ലേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന എനിക്കില്ലേ. പക്ഷേ അമ്മയ്ക്ക് മോളെ കാണുമെങ്കിലും ചെയ്യാം, എനിക്കോ ഇനി ഒരിക്കലും കാണാൻ പാടില്ലാത്ത ആ ഒരു ലോകത്തേക്ക് എൻ്റെ കുഞ്ഞ് പോയില്ലേ. ഞാൻ എങ്ങനെയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഞാനല്ലാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നില്ല അമ്മേ. അവിടെ നിന്നുമല്ലേ ഞാൻ ഇവിടം വരെ എത്തിയത്. അതുപോലെ അമ്മയും തിരിച്ചു വരണം. അമ്മ എന്നെക്കുറിച്ചും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അമ്മയും അതൊക്കെ മറന്ന് ഒക്കെ ശരിയാവും. മോളെ അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവും. അമ്മയ്ക്ക് ഒരു കാര്യം അറിയോ, ഞാൻ അങ്ങറ്റം എന്ത് ചെയ്യണം, മരിക്കണോ ജീവിക്കണോ, എൻ്റെ കുഞ്ഞില്ലാതെ ഞാൻ എന്ത് ചെയ്യണം എന്നും പറഞ്ഞിരുന്ന സമയത്ത് എന്നോട് മീനാക്ഷി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചുറ്റും നമ്മൾ എത്രയൊക്കെ വേദന അനുഭവിച്ചിരുന്നാലും തളരാതെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ചുറ്റും ആരെങ്കിലും ഒരാളുണ്ടായെങ്കിലും നമ്മൾ അവിടുന്ന് കരകയറി വരും. അങ്ങനെ എനിക്കെൻ്റെ അനിയത്തിമാരും എൻ്റെ അമ്മയും ഒക്കെ എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് ഞാനിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഞാനുണ്ട്, ഇവിടെ മീനാക്ഷിയും ഇത്രയും എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ കരുതല്ല അമ്മ. അതുകൊണ്ട് ഇനി ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചൊന്നും ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഗോമതിക്ക് ആഹാരം എടുത്ത് കൊടുക്കാട്ടോ. ഗോമതി ആദ്യം അടിക്കണമെങ്കിൽ അമ്മ ഇത് കഴിച്ചേ പറ്റൂ, ഇത് കഴിക്കാതെ ഞാൻ വിടില്ല, ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഗോമതി ഭക്ഷണമൊക്കെ കഴിച്ച് ദേവിയുടെ വിഷമത്തിൽ പങ്കുചേരണമല്ലോ. ദേവി ഇത്ര വേദനിച്ചിരിക്കുമ്പോൾ തൻ്റെതൊന്നും ഒന്നുമല്ല ഗോമതിക്ക് മനസ്സിലാവാണ്. അങ്ങനെ ആ വിഷമത്തിൽ അതങ്ങനെ കഴിഞ്ഞ് പോവാട്ടോ. മീനാക്ഷിയും ഇത്രയൊക്കെ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞ കാര്യങ്ങൾ വല്ലാത്തൊരു ഷോക്കായി പോയല്ലോ അവർക്ക്. അനുമോള് പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും ഇവിടെ സുകന്യയ്ക്ക് അറിയാമെന്ന്. ഒരു കാരണവശാലും അവരോട് ചോദിക്കരുതെന്ന് പറഞ്ഞാണ് വിടുന്നതെങ്കിലും മീനാക്ഷിക്കത് മനസ്സിലിരിക്കുന്നില്ല കേട്ടോ. ഇത്രയും വലിയ ചതി ചെയ്തിട്ട് അവരൊന്നും അറിയാത്ത പോലെ നിന്നില്ലേ, അവർക്കുള്ള പണി കൊടുക്കണമെന്ന് വെച്ചിട്ട് നേരെ സുകന്യയുടെ അടുത്തേക്ക് വരുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സുകന്യത്തി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. നമ്മുടെ അനുമോള് പോയ കാര്യത്തിന് വെച്ച് ഇവിടെ ആകെ തകർന്നിരിക്കുകയാണ് വീട്. അപ്പോൾ അവൾ അലോകിൻ്റെ കൂടെ പോയി എന്നുള്ള കാര്യം, അങ്ങനെ അലോകിൻ്റെ കൂടെ ആ രാത്രി ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം ഇവിടെ ചിലർക്കൊക്കെ അറിയായിരുന്നു. ആർക്കും അറിയെങ്കിലും സുകന്യ ചേച്ചിക്ക് അറിയായിരുന്നു അല്ലേ എന്ന് ചോദിക്കണമെന്ന് സുകന്യ ആദ്യം ഒന്ന് ഞെട്ടിത്തരിക്കുകയാണ്. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ദേ നിങ്ങളിവിടെ കൂടുതൽ അഭിനയിക്കല്ലേ, അഭിനയിച്ചിടത്തോളം മതിയായി. എത്ര ഇതായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും അഭിനയിക്കുന്നത്. എന്താ മീനാക്ഷി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നും അറിയാത്ത കാര്യത്തിനെ നീ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടല്ലോ. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നാണോ പറയുന്നത്? പറ. അന്ന് രാത്രി കല്യാണത്തിൻ്റെ തലേ ദിവസം അനുമോളെ ഇവിടുന്ന് വിളിച്ചിറക്കി അലോകിൻ്റെ അടുത്തേക്ക് കൊണ്ടുവിട്ടത് നിങ്ങളല്ലേ? ദേ മീനാക്ഷി ഇല്ലാത്ത കാര്യം എൻ്റെ തലയിൽ കെട്ടിവെച്ചാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്ന അറിയോ? എന്ത് ചെയ്യും? നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. നിങ്ങളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. എന്നിട്ട് ആ പിറ്റേ ദിവസം രാവിലെ അനുമോളെ കാണാനില്ല എന്നും പറഞ്ഞ് നമ്മളിവിടെ എല്ലാവരും ഓടി നടക്കായിരുന്നു. ഒരു വാക്ക് നിങ്ങൾ മിണ്ടിയോ? എന്നിട്ട് അഭിനയിച്ച് തകർക്കുമായിരുന്നല്ലോ നിങ്ങൾ. ആൾ കൊള്ളാമല്ലോ, എനിക്കൊന്നും ഉറങ്ങൂടാന്നുള്ള രീതിയിൽ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അല്ലേ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞോ ഇങ്ങനൊരു സംഭവം തലേ ദിവസം ഉണ്ടായിട്ടുണ്ടെന്ന്? അത് അയ്യോ മീനാക്ഷി എല്ലാം അറിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അത് മീനു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം. മതി, നിങ്ങളുടെ അഭിനയവും കള്ളത്തരം എൻ്റെ അടുത്ത് എടുക്കരുത്. ഇവിടെ വേറെ പലരോട് നിങ്ങൾ കാണിച്ചോ? നിങ്ങളെ നല്ലപോലെ ഞാൻ മനസ്സിലാക്കിയവളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടല്ലേ. ഓ പിന്നെ നീ ഇങ്ങനെയൊക്കെ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടേ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഞാനാണത് ചെയ്തതെന്ന്? തെളിവാണോ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ എല്ലാം ശരിയാവുമല്ലേ? അങ്ങനെയാണെങ്കിലേ ഈ വീട്ടിലെ എല്ലാവരെയും വിളിച്ച് വരുത്ത്, എല്ലാവരുടെയും മുന്നിൽ ആ തെളിവ് ഞാനങ്ങ് നിർത്തിത്തരാം എന്ന് പറയുമ്പോൾ സുകന്യ പേടിച്ച് പോവുക കേട്ടോ. അയ്യോ മീനാക്ഷി ചതിക്കല്ലേ, അത് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്തബദ്ധം? എന്ത് നിസ്സാരമായിട്ടാണ് നിങ്ങൾ പറയുന്നത്? അല്ലെന്നേ ഞാൻ അറിഞ്ഞില്ല അവളിങ്ങനെ അവൻ്റെ കൂടെ ഒളിച്ചോടി പോകുമെന്ന്. അറിഞ്ഞില്ലേ? ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ച കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? അതൊക്കെ ആണ് ആ ഫോട്ടോയൊക്കെ ഇവിടെ പകർത്തു എന്ന് പറഞ്ഞു അതിനടുത്ത് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് നീ പോയി ചോദിച്ചിട്ട് വരാനായിട്ട്. അവൾ അവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു ഞാൻ അറിഞ്ഞോ? ദേ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ അങ്ങനെ നല്ല പിള്ള ചമയണ്ട. അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോസുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവൻ ചെയ്യുമെന്ന് അറിയുമ്പോഴേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളോട് പറയണമായിരുന്നു വീട്ടിലുള്ള മറ്റുള്ളവരുടെ അടുത്ത്. ഇതെല്ലാം നിങ്ങൾ നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ
അവളോട് പറയും, എടി ഇതൊന്നും കണ്ട് നീ പേടിക്കരുത്, നിന്റെ കൂടെ ഞങ്ങളുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ച് തിരികെ കൊണ്ടുവരേണ്ടതിന് പകരം അവൻ്റെ അടുത്തേക്ക് ആ രാത്രി, അതും അലോക ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, അവൻ്റെ അടുത്തേക്ക് അവളെ പറഞ്ഞയച്ചു അല്ലേ? അപ്പോൾ എത്ര മനസ്സാണ് നിങ്ങൾക്ക്? ഈ കുടുംബം മുഴുവനും തകർന്ന് തരിപ്പണമായി എല്ലാവരും നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റൊരുത്തിയാണ്. അയ്യോ ദയവ് ചെയ്ത് മീനാക്ഷി അങ്ങനെയൊന്നും പറയരുത്. എങ്ങനെ പറയരുതെന്ന്? നിങ്ങളല്ലേ ഇതിനെല്ലാത്തിനും കാരണക്കാരി. ആരോടെങ്കിലും ഒരു വാക്ക് നിങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിലോ? നിങ്ങൾ നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? പറ. പിന്നെ ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളടുത്ത്. എന്തായാലും ഇവിടെയുള്ള എല്ലാവരും നിങ്ങളുടെ തനി നിറം അറിയണം. ഞാൻ പറയാൻ പോവാ. അയ്യോ മീനാക്ഷി ചതിക്കല്ലേ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം എന്നും പറഞ്ഞ് മീനാക്ഷിയുടെ കാല് പിടിക്കാൻ കേട്ടോ. കാല് പിടിക്കാന്നോ? നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ നല്ല പിള്ളേ ആയതുകൊണ്ട് കാര്യമില്ല. തകർന്നത് അനുമോളുടെ ജീവിതമാണ്. അവളുടെ ജീവിതം വെച്ചാൽ നിങ്ങൾ കളിച്ചത്. ഇപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് അവളെ തള്ളിയിട്ടിട്ട് നല്ല പിള്ള ചമയാൻ വേണ്ടി എൻ്റെ കാല് പിടിക്കാൻ വരുന്നോ? ദയവ് ചെയ്ത് പ്ലീസ് ആരോടും പറയരുത്. എൻ്റെ ജീവിതം താറുമാറാവും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് ഒരിക്കലും വിചാരിച്ചില്ല മീനാക്ഷി. പ്ലീസ് എൻ്റെ കാലും കൈയും ഒന്നും നിങ്ങൾ പിടിക്കണ്ട. പക്ഷേ എൻ്റെ മാമന് വിചാരിച്ച് മാത്രമാണ് നിങ്ങളിപ്പം ഞാൻ വെറുതെ വിടുന്നത്, മനസ്സിലായോ? പക്ഷേ ഇനി എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ എൻ്റെ കൂടപ്പിറപ്പുകൾക്കോ ഇവിടെ എൻ്റെ അനിമോൾക്കോ ആർക്കെങ്കിലും എതിരായിട്ട് നിങ്ങൾ എന്തെങ്കിലും മിണ്ടുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അന്നറിയും മീനാക്ഷി ആരാണെന്ന്. മനസ്സിലായല്ലോ? ശരി മീനാക്ഷി എന്നും പറഞ്ഞ് മീനും അങ്ങോട്ട് പോകുമ്പോൾ തന്നെ സുകന്യ പെട്ടതുപോലെ പിടിക്കപ്പെട്ടതെന്നൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അന്ന് രാത്രി ആര്യനും ഉറക്കം വരുന്നില്ല. ആര്യൻ മുറ്റത്ത് ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കാട്ടോ, ഒന്ന് അനുമോളെ കാണാൻ കിട്ടിയെങ്കിലെന്ന്. അപ്പോൾ ആനന്ദവും ആകാശമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയാം, എടാ നീ അപ്പുറത്തൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അവൾക്ക് ഞങ്ങളെ വേണ്ടാഞ്ഞിട്ടല്ലേ അവൾ എറിഞ്ഞിട്ട് പോയത്, പിന്നെ എന്തിനാ നീ കാത്തിരിക്കണേ? അങ്ങനെയല്ല ഏട്ടാ, അവൾക്ക് എന്തോ ചതി പറ്റിയതാ, അവൾക്ക് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാനൊന്നും കഴിയില്ല, അവളെ അവൻ ട്രാപ്പിലാക്കിയതാ. എന്ത് ട്രാപ്പിലാക്കിയാലും എങ്ങനെയായാലും ഇപ്പോൾ അവൻ്റെ കൂടെ അല്ലേ അവൾ. ഇനി നീ പോയി വിളിച്ചാൽ അവൾ വരുമെന്നാണോ? ഞാൻ പോയി വിളിച്ചാൽ ചിലപ്പോൾ വരില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ പോയി നാണം കിടല്ലേ. അല്ലെങ്കിലും ഓരോരുത്തർക്കും ഒരു വിചാരമുണ്ട്, നമ്മൾ അവരെ അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാലും സ്നേഹിച്ച് കഴിഞ്ഞാലും നമ്മുടേതെല്ലാമാണെന്ന്. അങ്ങനെയല്ലടാ, ചതിക്കപ്പെട്ടവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. അങ്ങനെ ആനന്ദ് പറയാട്ടോ. ആനന്ദ് ദേവിയെ വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ പക്ഷേ ചതിച്ചവരോ, അവരൊന്നും അറിയാണ്ട് നല്ല രീതിയിൽ അങ്ങ് നടക്കുകയും ചെയ്യും. ഇതാ ലോകത്ത് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഇനി ഒരു തുള്ളി കണ്ണീരൊഴുക്കാനോ സങ്കടപ്പെടാനോ എന്നെ കിട്ടത്തില്ല. അങ്ങനെ ആകാശം ആനന്ദും കൂടെ അതിനെതിരായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ധർമ്മൻ അങ്ങോട്ട് വരാട്ടോ. ധർമ്മൻ്റെ മുഖം വരാടിയിരിക്കുന്ന കാരണം ഇവർ ചോദിക്കുകയാണ്, എന്താ മാമ പ്രശ്നം? എന്തായാലും തുറന്നു പറഞ്ഞോ. എടാ വേറെ ഒന്നുമല്ല, കടയിലെ കാര്യം ആകെ അവതാളത്തിലായി. അളിയനാണെങ്കിൽ കടയുടെ കാര്യം ശ്രദ്ധിക്കണേ ഇല്ല. രാവിലെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ സാധാരണ കൊടുക്കുന്ന ഹോട്ടലിലൊക്കെ പച്ചക്കറി ലിസ്റ്റ് അവർ വിളിച്ച് പറഞ്ഞിട്ട് അതിന് ഓർഡർ കൊടുക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ ഡീലറുണ്ടല്ലോ, അയാൾ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, സാധനങ്ങളുടെ ഓർഡർ കൊടുക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിനോട് പോലും നേരെ ചൊവ്വേ പെരുമാറുന്നില്ല. ഇപ്പോൾ ആകെ ഒരു മനസ്സ് കൈവിട്ട അവസ്ഥയിലാണ് അളിയൻ അവിടെ കടയിൽ വരെയും പോവുകയും ചെയ്യുന്നത്. നമ്മുടെ ഗോമതി സ്റ്റോർ താറുമാറിലാവും ഇങ്ങനെ പോയാൽ. അത് നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ അത് പറ്റത്തുള്ളൂ. അതും ശരിയാണ്. അങ്ങനെ ഇവരത് കേട്ട് ആകെ ടെൻഷനാവും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലൻ പതുപോലെ കടയിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ആലോക് പല്ല് തേച്ചുകൊണ്ടിരിക്കാൻ മുറ്റത്ത് ബാലനെ കാണുന്നത് മനഃപൂർവ്വം തന്നെ കാറി തുപ്പുവാണ്. ഇത് ബാലൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങേർക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും കൊണ്ട് എടി അനുമോളെ ഇങ്ങോട്ട് വാടിയെന്ന് വിളിക്കുക. അങ്ങനെ അനു ഇറങ്ങി വരണുണ്ട്. അച്ഛൻ അവിടെ നിൽക്കുന്നത് അനു കാണുകയും ചെയ്യുന്നുണ്ട്. ഉടനെ ആലോക് വലിയ ഷോയിൽ പറയാം, ഇങ്ങോട്ട് ഇറങ്ങി വാടി, നിന്നെ എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കണം? ഒരു ഭർത്താവ് വിളിച്ചാൽ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഇറങ്ങിയാൽ വരാൻ വയ്യേടി, നീ പോയി എൻ്റെ പേഴ്സ് എടുത്തുകൊണ്ട് വാ. അപ്പം പെട്ടെന്ന് തന്നെ അച്ഛനെ ഇങ്ങനെ അനു നോക്കിയിട്ട് അലോകിനോട് പറയാനുണ്ട്, പേഴ്സോ? പല്ലേച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, ഇതിനിടയ്ക്ക് എന്തിനാ പേഴ്സ്? ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അപ്പം തന്നെ അനുസരിച്ചോണം. ഇതൊക്കെ വളർത്തു ദോഷമെന്ന് പറയും, മനസ്സിലായ? നല്ല അച്ഛനമ്മയ്ക്ക് പിറന്നതാണെങ്കിലേ നല്ല മര്യാദ പഠിപ്പിച്ച് പെൺപിള്ളേരെ പറഞ്ഞു വിടും. ഏത് അങ്ങനെയാണോ വളർത്തി വച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോക് ഭയങ്കര ഡയലോഗ് അടിക്കണം കേട്ടോ. അപ്പോൾ ബാലന് ഭയങ്കരമായിട്ട് സങ്കടം ആവണുണ്ട്, ദേഷ്യം ആവണുണ്ട്. അനുമോളെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ, നിന്നോടല്ലേ പറഞ്ഞത് പോയി എടുത്തിട്ട് വരാൻ, ഞാൻ ഒരു ഒറ്റ അടി അങ്ങോട്ട് വെച്ചെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കയ്യോങ്ങാൻ പോവാട്ടോ. അനുമോൾ അച്ഛൻ നിൽക്കുന്ന കാരണം ഒന്നും മിണ്ടണില്ല. നമ്മൾ അലോകിനെ ചെറഞ്ഞൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ്. എന്നിട്ട് അനുമോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അച്ഛനെ വേദനിപ്പിക്കാനാണ് ഇവൻ ഇതെല്ലാം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട്, നിനക്കുള്ള പണി ഞാൻ തരാടാന്ന്. അലോക് അവിടെ ഇരുന്ന് വിചാരിക്കുക, എൻ്റെ ദൈവമേ, ബാലൻ അങ്ങേ ഗോമതി സ്റ്റോർ ദേവമംഗലത്തെ ബാലൻ, അയാൾ തകർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസം, എന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം വീണ്ടും കാറി തുപ്പിയിട്ട് കയറി പോവാണ് കേട്ടോ. അകത്ത് ചെന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ നന്ദിതയ്ക്കും രാജശ്രീക്കൊക്കെ അനുമോൾ വന്നതിൽ വലിയ സന്തോഷമുണ്ടല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് അനുമോൾക്കൊരു പണി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട്
അലോക് പറയാം എനിക്കിവിടെ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ എടുത്ത് തരും. ഓ ഇത്രയും ദിവസം ഞങ്ങളാണല്ലോ എടുത്ത് തന്നുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ ഭാര്യ വന്നില്ലേ, ഒരു കണക്ക് നോക്കിയാൽ അതല്ലേ ശരി. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അനു ഇനി വന്നേ, നീ തന്നെ അവന് ഇഡ്ഡലി എടുത്തു കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ ആണോ? അതെ അനുമോളെ, നീ എനിക്ക് ഇഡ്ഡലി എടുത്തുകൊണ്ട് വാ. അതിന് നീ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇത് വേണ്ട, നീ തന്നെ നിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുപോവാ നോക്കട്ടെ. എടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ അടവുകളെല്ലാം, നിന്നെ ഞാൻ ഇഡ്ഡലി തീറ്റിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്ന് കല്ല് പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി നമ്മുടെ അലോകിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അലോക് അതെടുത്ത് നോക്കുമ്പോൾ എന്താ കല്ലാ ഇതെന്താ, ഇത് തന്നെ തിന്നാൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ അനുശ്രീ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.